ഇത് വാഗമൺ കാരിക്കാട് ടോപ്പ്. ഞാനിവിടെ വേറൊരു പേരായിട്ടിരിക്കുന്നത് പുലിവച്ച വളവ്. അവിടെ ഒരു പുലിയെ കണ്ടോ? അതിൻ്റെ വർക്ക് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. വണ്ടി പോകുന്നില്ല, അവർ കെട്ടിവലിക്കും. ഇപ്പോൾ കുലുക്കി സർബത്തുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇതില്ലായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. കുലുക്കി സർബത്തൊക്കെ എന്താ വില? കൊള്ളാം. എന്നാ പേരെന്നാ? എവിടെയാ? അടുത്ത് തന്നെ അല്ലേ? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അടിപൊളി. ആളുണ്ടെങ്കിൽ അടിപൊളി. ഇല്ലേ നമ്മൾ അടിപൊളിയാക്കും അല്ലേ? ശരി. ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ, ഉപ്പിലിട്ടതൊക്കെ ഉണ്ടല്ലേ? പുതിയതായിട്ട് വന്നൊരു കട കേട്ടോ. കൊള്ളാം കേട്ടോ പിള്ളേർ. നമ്മുടെ ഐസ്ക്രീം ചേട്ടന്മാരൊക്കെ പഴയ പോലെ തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത് കേട്ടോ. കൂടുതലും സുരേഷ് ഗോപി പടങ്ങളാണ് ഈ വഴിക്ക് എടുത്തിട്ടുള്ളത്. പുലിയുടെ വർക്ക് തീർന്നില്ല. പുലി ഇരിക്കുന്നുണ്ടോ? പുലിയുടെ ശില്പി ആൾ ശരിയല്ലാന്ന് തോന്നുന്നത്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഒക്കെ വന്നാൽ അതിൻ്റെ പണി ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് നല്ല അടിപൊളി ഒരു വാച്ചിങ് ഗാലറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ. ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ പ്രത്യേകിച്ച് ഈ വഴി സൈഡിൽ കൂടെ ഒരുപാട് കടകൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ. പക്ഷേ ഇപ്പോൾ അധികം തുറന്നിട്ടില്ല. ഇടവസം ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല. ഈ കാരിക്കാട് ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് താഴെ കൂടെ കയറി വരുന്ന വാഹനങ്ങളൊക്കെ വരുന്നത് നല്ല ഭംഗിയായിട്ട് കാണാം. നല്ല മലനിര കാഴ്ചകളൊക്കെ, ഹിൽസൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ചുറ്റിനും കോട്ടമതിൽ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുക. കാരിക്കാട് ടോപ്പിൽ ഇപ്പോൾ കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി തീക്കോയിയാണ് കേട്ടോ. ഇവിടെ വന്നത്തേക്ക് നല്ല ചൂടൻ കാലാവസ്ഥയൊക്കെയാണേ. നമുക്കിന്ന് ഈ മേഖലയൊക്കെയാണ് വർക്കുള്ളത്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാവേ. ഇത് ഇല്ലിക്കക്കല്ല് ഇലവീഴാപ്പൂഞ്ചിറയൊക്കെ പോകുന്ന വഴിയാണ് തീക്കോയിൽ നിന്നും കേട്ടോ. ഇവിടെ ഒരു ജംഗ്ഷനാണേ. ഇവിടുന്ന് ഇല്ലിക്കക്കല്ലിന് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം കേട്ടോ. ഇലവീഴാപ്പൂഞ്ചിറ വലത്തോട്ട് മാത്രമേ പോകത്തുള്ളൂ. നാട്ടിൻപുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള റബ്ബർ കാടുകൾ കാണാം കേട്ടോ. എത്ര നല്ല ചോല പിടിച്ചാൽ നിൽക്കുന്നതെന്ന് നോക്കിയേ. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരുന്നാൽ അങ്ങ് ഉറങ്ങിപ്പോകും. അതുപോലെ തണുപ്പാണ് അതിനകത്ത്. പക്ഷെ കാലാവസ്ഥ ഇവിടെ മൊത്തത്തിൽ ചൂടാണ്. ഇപ്പം നമ്മൾ ഈരാറ്റുപേട്ട തലനാടെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. തലനാട് ടൗൺ ഇതിൻ്റെ മുകളിലോട്ടാണേ. എല്ലായിടത്തും നല്ല വെള്ളക്ഷാമമാണ്. ഇപ്പം ഇവിടെ എല്ലാം വണ്ടിയിൽ വെള്ളം അടിക്കുന്ന കാണാം. അതൊരു വെള്ളം കൊണ്ടിരുന്ന വണ്ടിയാണ് വരുന്നത്. ടാങ്കൊക്കെ സെറ്റ് ചെയ്ത്. തലനാട് ടൗണിൽ നിന്ന് കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു കാഴ്ച കിട്ടുന്ന സ്ഥലമുണ്ട്. ഒരു വെയിറ്റിംഗ് ഷെഡ്, ഒരു ആൽമരം കണ്ടോ. അതിനോട് ചേർന്ന് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ശിവക്ഷേത്രം. നാട്ടിൻപുറത്തെ റോഡുകളൊക്കെ കണ്ടോ. എവിടെ നോക്കിയാലും റബ്ബറൈസ് റോഡേ ഉള്ളൂ കേട്ടോ. ഇവിടങ്ങളിലുള്ള ചെറിയ റോഡുകൾ വരെ റബ്ബറൈസറാണേ. ഇവിടെ നിന്ന് നമുക്ക് റബ്ബർ കാടുകളുടെയൊക്കെ ഭംഗി ലഭിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തൈ റബ്ബറുകളൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ ആദ്യം കുറേ വെട്ടിക്കളഞ്ഞു, പിന്നെ കൈത വെച്ചു. അവിടെ ഒരു വീടൊക്കെ കാണാം, കുറേ തെങ്ങ്. ഇതാ ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് കാഴ്ചകൾ കൂടുതൽ. മൂന്നിലവ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണേ. കുറേ ഇങ്ങ് വന്നപ്പോൾ റബ്ബറൈസ് റോഡൊക്കെ പോയി സാധാ ടാറിങ്ങായി. ഈ മുകളിൽ കൂടെ കുറേ വീടുകളുണ്ട്. ആളില്ലാത്ത വീടുകളാണ്, പൊളിഞ്ഞ വീടുകൾ. ഇവിടെ ഒരു ജലസംഭരണിയൊക്കെ കാണാം. ഈ ഒരു വീട്ടിൽ ഒരാളുമില്ല, ഇട്ടിട്ട് പോയ വീട് പോലെ കിടക്കുന്നത്. തൊട്ടടുത്തൊരു ജലസംഭരണിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിയെ തന്നെ കുറേ കൂടെ മുന്നോട്ട് പോകണം. മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ ഇവിടെ നല്ലൊരു കാഴ്ച ഉണ്ടേ. അതുകൊണ്ടോ, ഇവിടെ നേരത്തെ റബ്ബറുണ്ട്, വെട്ടിക്കളഞ്ഞാണേ. അവിടെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ. ആ വീടിനൊക്കെ എത്ര വർഷം പഴക്കം കാണും അല്ലേ. പഴയ മോഡൽ ഓടിട്ട വീട്.
നാട്ടിൻപുറത്തെ റബ്ബർ തോട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങളെല്ലാം കോർത്ത് കെട്ടി കിടക്കുവാണേ. നല്ല തണൽ വിരിച്ച്. ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ മറ്റൊരു ഭംഗിയുള്ള കാഴ്ച ഇതുണ്ടോ, കൈത ഇട്ടേക്കുന്നത് റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ താഴെ കവുങ്ങ് കൃഷി, തെങ്ങ്, വാഴ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ വീടുകളും ഇങ്ങനെ കാണാം. നമ്മൾ അതിൻ്റെ താഴെ കൂടെ റോഡും കാണാവേ. നമ്മൾ പോകേണ്ട വഴിയാണെന്ന് തോന്നുന്നു. നമ്മൾ മുകളിൽ നിന്ന് കണ്ട കൈതത്തോട്ടം. ഇതിന് മുകളിൽ കൂടെ ചപ്പിട്ടിരിക്കുന്നുണ്ടോ. വെയിലാക്കാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ്. എല്ലാം ഉണങ്ങിപ്പോയി. നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന റോഡ് തന്നെ ഇത് കേട്ടോ. ഈ റോഡ് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ഈ പറമ്പെല്ലാം വെട്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. അങ്ങ് മുകളിലൊരു വീട് കാണാം. ഇപ്പോൾ ഇവിടെ കൈതച്ചക്ക വെക്കും. പൈനാപ്പിൾ കൃഷി ആദ്യം നടത്തും. അത് കഴിഞ്ഞ് റബ്ബർ തൈ വെക്കും. പഴയ മോഡലിലുള്ളൊരു വീട് കണ്ടോ. ഇവിടെ ഇപ്പോൾ ആരും താമസക്കാരൊന്നുമില്ല, പണിക്കാർ ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഇതിനുള്ളിൽ എന്തോ വർക്കുകളൊക്കെ തോട്ടത്തിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കാണാൻ ഭയങ്കര ലുക്കായത്. ആ വീട്ടിലേക്കുള്ള ഒരു ഗേറ്റായത് കേട്ടോ. അങ്ങോട്ട് നോക്കി, റബ്ബർ തോട്ടം കണ്ടോ. ഇപ്പം ചെറിയ റബ്ബറാണ്. ആദ്യം ഉണ്ടായിരുന്നൊക്കെ വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയുണ്ട്. മൂന്നിലവ എന്ന സ്ഥലത്തേക്ക് ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട് കേട്ടോ. വെയിലും ഉണക്കമൊക്കെ കാരണം കണ്ടോ, ഈ കൈത്തോടുകളൊക്കെ വറ്റി വരണ്ട് കിടക്കണ്ട. ഒരു തുള്ളി വെള്ളമില്ല ഇതിനകത്തുനിന്ന്. ഇപ്പം നമ്മൾ മൂന്നിലവ് ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ. അത് മേലുകാവ്, വാകത്തോട്, മങ്കൊമ്പ്, ഇല്ലിക്കക്കല്ലൊക്കെ പോകുന്ന അങ്ങോട്ടാണ്. നമുക്ക് മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇങ്ങോട്ട് വേണം പോകാൻ. ഇവിടുന്ന് പിന്നെ ഈരാറ്റുപേട്ട. ഇപ്പം നമ്മൾ മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അങ്ങോട്ട് മുന്നോട്ട് കിടക്കുന്ന വഴി ഈരാറ്റുപേട്ടയ്ക്കുള്ളതാണേ. ഇത് തൊടുപുഴയ്ക്കൊക്കെ പോകുന്ന വഴി. ഇതാണ് KK ഫ്ലോർ മിൽ. അരിപ്പൊടികൾ, പുട്ടുപൊടി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അജ്മി ഉണ്ട് കേട്ടോ. അജ്മി പുട്ടുപൊടി പ്രസിദ്ധമാണ്. നമുക്ക് ഇവിടുന്നും പുട്ടുപൊടിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇവിടെ ഒരു അജ്മി ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. മീനച്ചിലാറിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ, പറ്റി വരണ്ട് ഉണങ്ങി കിടക്കുന്നുണ്ടോ. ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളേ. ഈരാറ്റുപേട്ട ടൗൺ അക്കരെ കാണുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ മീനച്ചിലാറ്റിൽ കുറേ വെള്ളമൊക്കെ ഉണ്ടേ. മുകളിൽ നമ്മൾ നോക്കുമ്പോൾ അധികം വെള്ളമൊന്നും കണ്ടില്ലായിരുന്നു. വെള്ളം കൂടി കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയല്ലേ. സത്യം പറഞ്ഞാൽ വെള്ളത്തിലോട്ട് എടുത്ത് ചാടാൻ തോന്നുന്നു, അത്രയും ചൂടുണ്ട് ഇവിടെ. ഇപ്പോൾ ഈരാറ്റുപേട്ട പള്ളിക്കലാണേ. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞു വെയിലൊക്കെ ആയതുകൊണ്ട് കൊപ്പിയൊക്കെ വെക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് കൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പള്ളിക്കൽ പെരുന്നാളൊക്കെ കഴിഞ്ഞു, കെട്ടാമടം പരിപാടികളൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിവിടെ കയറി കുറേ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഈ പള്ളിയുടെ പെരുന്നാളിനാണ് ഞാൻ ഉണ്ടായത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ പള്ളി പെരുന്നാളിന് വരണമെന്നുണ്ടായിരുന്നു. അന്ന് ഒരു വർക്കുണ്ടായിരുന്നു. ആ വർക്കിൻ്റെ പരിപാടിയായിട്ട് പോയ കാരണം പള്ളി വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് പിന്നെ വരുന്നത്. അതായത് നമുക്ക് പള്ളിക്ക് കയറി നോക്കിയിട്ട് വരാം. ഈരാറ്റുപേട്ട അരുവിത്ര പള്ളിയുടെ ഭാഗങ്ങളാണ്. അതാണ് പള്ളി. കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. അരുവിത്ര തിരുനാൾ 2024. സിമിത്തേരി. ഇപ്പോഴും പള്ളിക്കൽ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഒരു ദൂരത്തിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഈരാറ്റുപേട്ട KSRTC ഡിപ്പോ. ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, കർണാടകയിലേക്ക്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കെല്ലാം ബസ്സുള്ളതാണേ. നാട്ടിൻപുറത്ത് ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ട് കേട്ടോ. അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ റോഡ് ഇങ്ങനെ കിടക്കണ്ട. റോഡ് നല്ലോണം തിളച്ച് മറിഞ്ഞ് കിടക്കുക. ചൂട് കാറ്റാണ് മുന്നിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതാ ഏറ്റവും വലിയ ചൂടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇവിടുത്തെ ചൂടിന് ഈ കണ്ണാടിയൊക്കെ വെച്ച് യാത്ര ചെയ്യുന്നതാണ് നല്ല കേട്ടോ. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ണാടി വെക്കാതെ യാത്ര ചെയ്തിട്ട് എൻ്റെ കണ്ണിലേക്ക് ഒരു ഈച്ച പോയിട്ട് വലത് കണ്ണിലേക്കാണ് വീണ കേട്ടോ. കണ്ണ് പോയെന്ന് ഞാൻ വിചാരിച്ചത്. 2 ദിവസത്തേക്ക് കണ്ണ് കലങ്ങി ചോര പോലെ ആയിപ്പോയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പം പ്രത്യേകിച്ച് ഈ 2 വീലുള്ള വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു കണ്ണാടി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കൂളിംഗ് ഗ്ലാസ് വെക്കണമെന്നില്ല, സാധാരണ ഗ്ലാസ് വെച്ചാലും മതി. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൻ്റെ റീടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയെല്ലാം ഇവിടെ പിടിച്ചിട്ടിരിക്കുക. അവിടെ നിന്നുള്ള വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് പിണ്ണാക്കനാട് വന്നിട്ട് പിണ്ണാക്കനാട് നിന്ന് പാറത്തോടേക്കുള്ള വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഈ വരുന്ന വഴിക്ക് ഒരു 1-2 വീടുണ്ടേ. അതിന് നല്ല രീതിയിൽ അലങ്കരിച്ചെന്ന് പറഞ്ഞ പോലെ ഇതുണ്ടോ, കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ട്. ഇത് മുല്ലയാണോ എന്താണെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് നോക്കാം. അകത്ത് നല്ലൊരു വീടുണ്ട്, ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന അവർ കാണുമെന്ന് അറിയത്തില്ല. ഇതെന്തോ ചെടിയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ കാണാൻ വളരെ ഭംഗിയാണ്. നിറച്ച് നല്ല വെള്ള പൂവ്, ഒരു നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇതിനെ. പേരറിയാവുന്നവർ പറയണേ. ഈ വഴിസൈഡിൽ കൂടെ നിറച്ചുമുണ്ട് ഈ വേലി, ഈ ഗേറ്റിനുള്ളിലെ. ഈ ചെടി എനിക്ക് തോന്നുന്നു പാരിജാതമാണെന്ന് കേട്ടോ. പക്ഷെ പാരിജാതം പകല് പൂത്ത് നിൽക്കുന്നുണ്ടോ. പക്ഷെ നല്ല ഭംഗി ഇത് കാണാൻ. ഈ വഴിസൈഡിൽ ഇവിടെ ഒരു നേഴ്സറി കാണാം കേട്ടോ. ഇതെല്ലാം ജാതി തൈയാണേ. ഇവിടെ ജാതി നല്ലപോലെ ഉണ്ടാവും. ജാതിയുടെ അടിപൊളി നേഴ്സറി ഒക്കെ ഉണ്ട്. ഇതൊരു ചെറിയ നേഴ്സറിയാണ്. ഇവിടെ ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു പഴയ വീടിരിക്കുന്നുണ്ടോ. അതോടുകൂടി ഇങ്ങോട്ട് കുറച്ച് റംബൂട്ടാൻ ചെടികളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ റംബൂട്ടാനും കൈതച്ചെടിയും കൂടെ വെച്ചിരിക്കുന്നുണ്ടോ. ആ വീട്ടിലേക്ക് കയറുന്ന ഒരു ഗേറ്റാണിത് കേട്ടോ. ഈ ഗേറ്റിൻ്റെ ഈ ഭാഗമൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണേ. ഇതിനുള്ളിൽ നല്ല അടിപൊളി റബ്ബർ തോട്ടമാണ്. ചെറിയ തൈ റബ്ബറാണ് ഇപ്പോൾ നിൽക്കുന്നതെല്ലാം. ഒരു പഴയ കിണർ കാണാം. പിന്നെ അപ്പുറത്ത് നമ്മൾ ആദ്യം കണ്ട ആ ചാവടിയൊക്കെ ഉള്ള അത് തടി കൊണ്ടും ഓട് കൊണ്ടും മാത്രം പണിതൊരു വീടാണേ. കണ്ടോ എത്ര ഭംഗിയാണ് കാണാൻ. നോക്കി റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയുള്ള വഴിയാട്ടോ. ഇപ്പോൾ നമ്മൾ ചോലാടെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. അവിടെ ഒരു കള്ള് ഷാപ്പൊക്കെ കാണാം. ഒരു പഴയ കള്ള് ഷാപ്പ് കണ്ടോ. കള്ള് കുടിക്കുന്നവർക്കാണെങ്കിൽ കയറി കുടിക്കാം, നമ്മൾ കുടിക്കുകയില്ല. പാറത്തോട്ടിലേക്ക് ഇനിയും കുറച്ചുകൂടെ ദൂരമുണ്ടേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇത് കണ്ടോ, ഇവിടെ ഒരു കൈത ഇട്ടിരിക്കുന്ന സ്ഥലം കണ്ടോ. അതിലേക്ക് ഇഷ്ടംപോലെ കൈതച്ചൊക്കെ ഉണ്ട് കേട്ടോ. വിളവായിട്ടില്ല എന്ന് തോന്നുന്നു. വിളവായെങ്കിൽ ഇപ്പോൾ പറിക്കുന്ന കണ്ടേനെ. ഈ ഭാഗം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ചുറ്റിനും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട് ഈ വാഴ, കപ്പളം ഒക്കെ നമുക്ക് കാണാവേ. പിന്നെ നമ്മൾ പോകേണ്ട റോഡ് നല്ല പച്ചപ്പാണ് ഇവിടെ. ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു അല്ലേ. കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ ആ പഴയ ഒരു പണിത്തറമൊക്കെ നോക്കി. ഇതിൻ്റെ ഉള്ളിലൊരു എസ്റ്റേറ്റിലേക്കുള്ള വഴി കേട്ടോ. അതിൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസായിരുന്നു ഇതേ പഴയ കാലത്തെ. ഇതാണ് അകത്തേക്ക് പോകുന്ന വഴി. ആ തോട്ടത്തിലോട്ട് കയറാൻ ഇതിലെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇവിടെ നിറച്ചും ഇവർ ഈ റംബുട്ടാൻ ചെടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. അതിൽ കായൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് കയറി പോകുന്ന വഴിയുണ്ടോ. ഇരു സൈഡിലും കുരുമുളക് ചെടികളാണ് നിൽക്കുന്നത്. ഇതിലെ വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത് കേട്ടോ. ഇതിൽ റംബുട്ടാൻ ചെടിയൊക്കെ ഇവർക്കിവിടെ ഒരുപാടുണ്ടേ. അതെല്ലാം കായ്ച്ചു തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും കായാവും നന്നായിട്ട്. അതുപോലെ തേക്കുണ്ട് ഇപ്പുറത്തെ സൈഡ് നോക്കി. നാട്ടിൻപുറത്തെ ഒരു മെയിൻ കൃഷിയാണ് ഈ തേക്കെന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ വെട്ടി വിറ്റാൽ നല്ല പൈസയാണ്. റംബുട്ടാൻ കായിട്ട് നിൽക്കുന്നുണ്ടോ. ഇത് ചെറിയ കായ കേട്ടോ. ഇനി വലുതാവണം. നല്ല ഇതൊക്കെ ഒരു ബഡ് ടൈപ്പാണ്. നല്ല വലിപ്പം വരുവേ. മുകളിലൊക്കെ ഉണ്ട്. ഇവിടെ തേനീച്ചയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റബ്ബർ ബോർഡ് അംഗീകൃതം. ഇത് ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. ആ എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്ന വഴിയാണേ. ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ റംബുട്ടാനാണ്. ഈ നിൽക്കുന്ന എല്ലാ റംബുട്ടാൻ. ഇവിടെ ഇച്ചിരി കുറവാണ്. താഴോട്ട് നല്ല രീതിയിലുണ്ട്. അക്കരെയെല്ലാം കൈതക്കാടുകളാണേ, കൈതച്ചെടികൾ. എന്തായാലും റംബുട്ടാൻ നല്ല ഒരു
വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല ഇതിനങ്ങനെ. പിന്നെ താഴെ നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. നല്ല നിബിഡമായ റംബുട്ടാൻ ചെടികളും റബ്ബറും തേക്കും ഒക്കെ അതിനകത്തുള്ളത്. നമുക്കിനി മുന്നോട്ട് പോകേണ്ട വഴിയുണ്ടോ? ഇവിടെ നമുക്ക് കാണാം കേട്ടോ, തടി കൊണ്ടും ഓട് കൊണ്ടും ഉണ്ടാക്കിയൊരു വീട്. അതിന് മണ്ണിൻ്റെ പരിപാടി, സിമെൻറ്റിൻ്റെ പരിപാടിയൊന്നും അധികം ഇല്ല. പഴയ കാലത്തെ വീടുകളാണ് ഇതല്ല. വീണ്ടും നമ്മൾ റബ്ബർ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയായേ. ഞാൻ നേരത്തെ പറഞ്ഞില്ല തേക്കിൻ്റെ കാര്യം. ഇത് കേട്ടോ, തേക്കും തൈ വെച്ചിരിക്കുന്നുണ്ടോ? നിറച്ചും തേക്കും തൈ വെച്ചേക്കുന്നത്. ഇതൊരു 10-15 വർഷം കൊണ്ട് പെട്ടെന്ന് വലുതാവും കേട്ടോ. അന്നേരം വെട്ടി കൊടുത്താൽ നല്ല വില കിട്ടുമേ. ഇതിൻ്റെ വണ്ണത്തിനനുസരിച്ച് നല്ല വില കിട്ടും. മുകളിലത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്ന വഴിയുണ്ടോ? നല്ല പയർവള്ളി കിടക്കുന്ന മുഴുവൻ കേട്ടോ. ഈ റബ്ബറിലധികം കാട് കയറാതിരിക്കാൻ വേണ്ടി ഈ പയറാണ് ഇടുന്നത് കൂടുതലും. ഈ ഗേറ്റിൻ്റെ അവിടെ ഒരു ഷെഡ് ഇങ്ങനെ ഇരിക്കുന്നതാണോ? അവേ ഇതെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് പഴയ കാലത്തെ ഒരു സെക്യൂരിറ്റി റൂമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഈ തോട്ടത്തിലേക്ക് ഉള്ള ഗേറ്റാണിത്. ഇലഞ്ഞിമറ്റം എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഇലഞ്ഞിമറ്റം. ഇവിടെ പിന്നെ അന്തോണിസ് പുണ്യാളൻ്റെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ടേ. അന്തോണിസ് പുണ്യാളൻ ഉണ്ണീശയം കൊണ്ടിരിക്കുന്നതാണോ? അവിടെ ഒരു കൽക്കുരിശൊക്കെ ഉണ്ട്. ഈ റോഡ് സൈഡ് തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു ഭാഗം കണ്ടോ? ഇപ്പം മഴ ഇപ്പോൾ വരുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. എല്ലാം ഇരുണ്ട് മൂടി. ഈ വഴിക്ക് വാഹനങ്ങൾ ശരിക്കും കൂടുതലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാഞ്ഞിരപ്പള്ളി ചെല്ലാതെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് മുണ്ടക്കയത്തേക്കൊക്കെ പോകാനുള്ള ഒരു എളുപ്പവഴി ചെയ്തേ. കാരണം എപ്പോഴും ഇതിലെ വാഹനങ്ങളുണ്ട്. റബ്ബറെല്ലാം പ്ലാസ്റ്റിക് പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും മഴ വരുമല്ലോ. അന്നേരം ഈ മഴയത്തും വെട്ടാൻ പറ്റും ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ അത്യാവശ്യം റബ്ബറിനൊക്കെ ഒരു വിലയുണ്ട് കേട്ടോ. നേരത്തെ റബ്ബറിനൊന്നും അധികം വിലയൊന്നുമില്ലായിരുന്നു. ഈ മർഫി സാഹിബാണ് റബ്ബറിൻ്റെ ഒരു ഉൽപ്പാദനവും അതിൻ്റെ ഒരു സാധ്യതയൊക്കെ കണ്ടുപിടിച്ച് ഈ മേഖലയൊക്കെ ശരിയായ രീതിയിൽ റബ്ബർ കൃഷി തുടങ്ങിയ ആൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സായിപ്പന്മാരാണ് നമ്മുടെ ഈ നാടൊക്കെ തെളിച്ചെടുത്തതെന്ന് പറയാം. ഇതൊക്കെ വെറും വനമായിട്ട് രാജാക്കന്മാരുടെ കയ്യിലൊക്കെ ഇരുന്ന സ്ഥലങ്ങളായിരുന്നു. സായിപ്പന്മാരത് കാശ് കൊടുത്ത് മേടിച്ച് ഇവിടെയെല്ലാം ഇതുപോലെ റബ്ബറും തേയിലയും അങ്ങനെയുള്ള ഓരോ കൃഷികളൊക്കെ ഇറക്കി. ലാസ്റ്റ് അവരിന്ന് പോകാൻ നേരം വലിയ കുത്തകപ്പാട്ടമായിട്ടുള്ള വലിയ മുതലാളിമാർക്ക് ഇത് വിറ്റിട്ട് പോയി. അവരുടെ അടുത്ത് പിന്നെ ഇത് ചില്ലറയായിട്ട് വേറെ ഓരോ ആൾക്കാരുടെ അടുത്തോട്ട് പോയി. ഇപ്പോഴും കുറേ അവരുടെയൊക്കെ കയ്യിൽ തന്നെ വീണ്ടും കിടക്കണം. കല്ലുവേലിക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. അവരുടെ എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അതിന് പിന്നെ ചെറിയ ചെറിയ എസ്റ്റേറ്റുകളായിട്ട് വേറെ 5-10 ഏക്കറായിട്ട് കിടക്കുന്ന അങ്ങനെയുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു കവാടമൊക്കെ നമുക്ക് കാണാവേ. പഴുത്താനം എസ്റ്റേറ്റ് കുട്ടനാട് റബ്ബർ കമ്പനി എന്ന് എഴുതിയേക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു വലിയ ബംഗ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒന്നും നാട്ടിലുണ്ടല്ലോ ഒരു പൈസ മുടക്കി ഒരു പ്രസ്ഥാനമോ പരിപാടിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ അധ്വാനിച്ച പൈസ എല്ലാം കൂടെ ചിലവാക്കി നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങും. പിന്നെ അവിടെ തൊഴിലാളി തർക്കമായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഉള്ള ഓരോ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ള ഒരു സ്റ്റേറ്റിലും അങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണോ ഇവരെല്ലാം ഇങ്ങനെ ഈ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവൻ വെളിയിലോ എവിടെയെങ്കിലും പോയി അവൻ്റെ ജീവനാംശം കൊണ്ട് ഉണ്ടാക്കി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കുറേ സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് വെച്ച് നമ്മുടെ നാട്ടിൽ വന്ന് 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന രീതി എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയാക്കാമെന്ന് വിചാരിക്കുമ്പോഴല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുക. അതുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിലാരും കൂടുതൽ പൈസ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പരിപാടിയും ചെയ്യാത്തത്. എനിക്കിപ്പോൾ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ കണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എൻ്റെ മുന്നേ ഇവിടെ എന്തൊരു ചൂടാണെന്നറിയോ. നമ്മൾ അപ്പം ഈ ഒരു സമയമൊക്കെ ഭയങ്കരമായിട്ട് മഴക്കാറ് കയറി ഇച്ചിരി മുമ്പേ. ഇപ്പോൾ മഴക്കാറ് മാറി, ചൂട് വല്ലാതെ ഇറങ്ങി വരുമോ, ചുമ്മാ അങ്ങ് വിയർക്കുക. ഇപ്പം നമ്മൾ ഏകദേശം പാറത്തോടെ എത്താറായി കേട്ടോ. പഴയ കാലത്തെ ഒരു ശിലാഫലകമൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടോ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്.
എറണാകുളം പാല ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകുന്ന വഴിയായത്. അന്നത്തെ കാലത്ത് ഒരു ഗേറ്റിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എസ്റ്റേറ്റിൻ്റെ വകയായതുകൊണ്ട് ഈ ഗേറ്റ് കടന്നു പോകണമായിരുന്നു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ PWDൻ്റെ കയ്യിലാണ് ഇതുള്ള ഈ റോഡൊക്കെ കൂടെ. ഈ വഴിക്കാണ് നമ്മൾ പാറത്തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പാറത്തോട്ടിലേക്ക് വന്നത് കേട്ടോ, പിണ്ണാക്കനാട് നിന്ന്. നമ്മൾ പാറത്തോട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും പിണ്ണാക്കനാട് പോകുന്ന വഴി അവിടെ നിന്ന് ഇടത്തോട്ടാണ്. ഈ നേരെ കിടക്കുന്ന വഴിയുണ്ടോ, അത് പഴുമല പാലപ്പുറയൊക്കെ പോകുന്ന വഴിയാണ്. പാലപ്പുറ 5 കിലോമീറ്റർ പഴുമല പാലപ്പുറ പോകുന്ന വഴി കേട്ടോ. പഴുമലയ്ക്ക് ഇടത്തോട്ടാണ്. നേരെ കിടക്കുന്ന പാലപ്പുറയ്ക്ക്. ഇവിടെ ഒരു കൈതത്തോട്ടമൊക്കെ കണ്ടോ, ഉള്ളൊരു വീടൊക്കെ ഉണ്ട്. റബ്ബർ പറിച്ച് കൈത വെച്ചു. ഇനി കൈത മാറിക്കഴിയുമ്പോൾ റബ്ബർ വെക്കും. ഇനിയിപ്പം പാറത്തോടിന് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളേ. ഇപ്പം നമ്മൾ പാറത്തോട് എത്തി കേട്ടോ. അത് കാഞ്ഞിരപ്പള്ളിക്ക് കോട്ടയത്തിനൊക്കെ പോകുന്ന വഴിയാണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതാണ് ഇങ്ങോട്ട് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് മുണ്ടക്കയൊക്കെ പോകുന്നത്. അങ്ങോട്ട് മഴ പെയ്യുന്നുണ്ടോ, ചെറിയൊരു മൂടലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരം ഈ പാറത്തോട്ടിൽ നിന്ന് ഒരു കടയിൽ കയറി. എൻ്റെ പുറകെ കാണുന്ന ഒരു പഴയ കടയാണ്. ആ കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു അവസ്ഥ കണ്ടോ, വിയർത്ത് കുളിച്ച് വെള്ളത്തിൽ ചാടിയല്ലേ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇവിടെ അത്രയ്ക്ക് ചൂടാണോ, നമ്മൾ ഓരോട്ട് ചുമ്മാ ഇരുന്നാലും ഇങ്ങനെ വിയർത്തോണ്ടിരിക്കും. നാട്ടിൻപുറത്തോട് വരുമ്പോൾ നമ്മളത് കണ്ടോ, കപ്പയുണ്ടോ ഉടലോടെ പറിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇങ്ങനെ വെച്ചാണ് ഇവർ വിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ വഴി സൈഡ് കച്ചവടങ്ങളാണ് ഈ KK റോഡിൻ്റെ സൈഡിലുള്ള. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, അടിപൊളിയാ. കപ്പയൊക്കെ എന്നാ വിലയാ? കപ്പ 2.100. 2.100. ഇത് എവിടുത്തെ കപ്പയാ? ഇത് വാഴൂര്. നല്ല കപ്പയാണല്ലോ, സൂപ്പർ കപ്പ. നമുക്ക് സമയമില്ല, അല്ല ഇച്ചിരി വാങ്ങിച്ചിട്ട് പോകായിരുന്നു. ഇവിടെ സവോളക്കൊക്കെ വിലക്കുറവാണോ. ഇപ്പൊ നമ്മള് മുണ്ടക്കായ എത്തിയായിരുന്നേ. ഇവിടെ നല്ല തിരക്കാ. മുണ്ടക്കയം കല്ലേപ്പാലം. മുണ്ടക്കയാറ് കേട്ടോ, മുഴുവൻ പറ്റിക്കിടക്കുവാണ്. തുള്ളി പോലും വെള്ളമില്ല. പക്ഷെ ഇവിടെ കിടക്കുന്ന കുറെ കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ളൂ, അതുകൊണ്ട് കൊള്ളത്തുമില്ല. ഇവിടെയും അത് തന്നെ സ്ഥിതി. ഇത് മുണ്ടക്കയം 35-ാം മൈലിലെ കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ കൈതയൊക്കെ കുറെ വളർന്നു പോയി, റബ്ബർ വളർന്നു പോയി. ഇവിടുത്തെ കാഴ്ചകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മുപ്പത്തഞ്ചാം മൈലിലെ പുതിയ വ്യൂ പോയിന്റ് ഉണ്ടോ. ഇവിടെ നിന്ന് റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കൈത വെച്ചിരിക്കുകയാണ്. താഴെക്കൂടെ വള്ളിയാങ്കാവും ഒക്കെ തെക്കേമലയ്ക്കൊക്കെ പോകുന്ന വഴി നമുക്ക് കാണാം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ ഇപ്പോൾ ഈ മരങ്ങളും ഇതെല്ലാം കൂടെ കൂടി നല്ല ഭംഗിയായി ഈ റോഡൊക്കെ. വളഞ്ചാങ്കാനം. ഇതിലേ വരുന്ന യാത്രക്കാർ. ഇവിടെ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വാഹനമൊക്കെ ഒതുക്കി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ആൾക്കാർ ഇവിടുന്ന് പോകാറുള്ളൂ കേട്ടോ. വഴി സൈഡിലൊക്കെ ഇഷ്ടം പോലെ ചായക്കടകളൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും തുറന്നിട്ടില്ല എന്ന് തോന്നേ. അപ്പം അതിന് മാത്രം ആളില്ലാത്തോട്ട് കേട്ടോ. ചായയും ചെറുകടി, കടുങ്കായ, കടുങ്കാപ്പി, ഏത്തക്കാപ്പൊളി, ചെറുകടികൾ, ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഊതിൻ്റെ അത്രമൊക്കെ മേടിക്കാം കേട്ടോ. അത്രകാരൻ ഇരിക്കുന്നതാണോ. കുരുവിക്കൂടൊക്കെ ഉണ്ട്.
അതെ കുറച്ചൊക്കെ കാണുന്നേ. അങ്ങനെ മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി, മഴ ആരംഭിക്കാനായി തോന്നുന്നു. അങ്ങനെ ചൂടിൽ നിന്നല്ല രക്ഷപ്പെട്ട് ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇവിടെ കുറച്ച് തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ടേ. കുട്ടിക്കാനത്ത് മഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ വേറൊരു ലെവലാണ്. മിസ്റ്റി മൗണ്ടൻ എന്ന് പറഞ്ഞൊരു റിസോർട്ടൊക്കെ ഇവിടെ ഉണ്ട്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന തേയിലക്കാടുകളും ചെറുമരങ്ങളും, അവിടെ ഒരു കോട്ടേജും, ഇതവിടെ ഒരു ഗേറ്റുണ്ട് അങ്ങോട്ട് കടന്നു പോകാനായിട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്തിൻ്റെ താഴ്വശമാണ്. മിസ്റ്റി മൗണ്ടൻ റിസോർട്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ വാഗമൺ വഴിയാണ് പോയത്. അതിലേ പോയി നമ്മൾ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി കയറിയില്ല, കിഴക്കിൻ്റെ പാറത്തോടെ ഇറങ്ങി അവിടുന്ന് മുണ്ടക്കയം വന്ന് വളവെങ്ങാനമൊക്കെ കണ്ട് കുട്ടിക്കാനം വന്നു. ഇനിയിപ്പം ഇവിടെ നമ്മൾ ഏലപ്പാറ വഴി വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.